കാലത്ത് തന്നെ പലഹാരമൊക്കെ പെട്ടിയിലാക്കിയിട്ട് ബസ് കയറ്റി വിടാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് കൊല്ലപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് നനച്ച വട്ടയ്ക്ക് കഴുകാൻ പോവാട്ടാ. ദേ ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട്. ഇപ്പൊ ഇതിൽ കോഴികളൊന്നും ഇല്ല. പാടത്തിന്റെ സൈഡിലായ കാരണം കൊണ്ട് അത്യാവശ്യം നായകളുടെയും കുറുക്കന്മാരെയൊക്കെ ശല്യം കിട്ടാ. രാത്രി വന്നിട്ട് നെറ്റൊക്കെ കടിച്ചു പൊളിച്ചിട്ടാണ് കോഴികളെ കൊണ്ടുപോയത്. ഇപ്പൊ അതിന്റെ വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്താൻ വെക്കണം. എന്നാലത് എളുപ്പത്തിൽ നമുക്ക് കഴുകാൻ പറ്റുള്ളൂ. 5 മിനിറ്റ് എന്ത് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുന്ന അടുത്താണ് വീടിന്റെ പിറകിൽ ഒരു പഴം കണ്ടത്. അങ്ങനെ അതും കഴിച്ചിരുന്നപ്പോ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞു. ഈ കുമ്പിട്ടിരുന്ന് പാത്രം കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടാ. നടുവിന്റെ പരിപ്പൊക്കെ ഇളകും. അങ്ങനെ ഞാൻ 3 വട്ടയ്ക്ക് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വീട്ടിൽ വന്ന് കയറിയപ്പോഴേ അമ്മ കൂമ്പാളപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കട്ടാ. അച്ഛനാണെങ്കിൽ പണിക്കാർക്ക് പാത്രം കഴുകാനുള്ള സ്ഥലം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവിടെ അതിന്റെ തൊട്ടരിയെ തന്നെ ഒരു തെങ്ങുന്നതി നിൽക്കുന്നുണ്ട് കവുങ്ങിനോട് ചേർന്നിട്ട്. അവനെ നമ്മൾ എടുത്ത് മാറ്റാൻ പോകുന്നു. ആന മരം മറച്ചിടുമ്പോഴത്തെ ഒരു ഫീൽ ആന്നിട്ട് എനിക്ക് കിട്ടിയത്. ഇവനെ നമ്മൾ മാറ്റണത് വേറെ എവിടേക്കല്ല കേട്ടാ, നമ്മുടെ പാടത്തിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ചെറിയൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മൾ മാറ്റാൻ പോണത്. അങ്ങനെ അവിടെ വൃത്തിയാക്കണ നേരത്ത് നമുക്കൊരു ആമക്കുട്ടനെ കിട്ടി. ഇവനാണെങ്കിൽ ഒരു അനക്കൊന്നുമില്ല. അപ്പൊ പിന്നെ വെള്ളത്തിലിട്ടാക്കിയപ്പോഴും ചെക്കൻ ഒരു അനക്കൂല. വേറെ പിടിച്ച് ഞാൻ കരയിൽ കൊണ്ടുവച്ചു. ചെക്കൻ പേടിച്ചിട്ടാണ് അനങ്ങാഞ്ഞ്. പോകും വഴി എനിക്ക് കുറച്ച് പ്രസാദമൊക്കെ തന്നിട്ടാണ് ചെക്കൻ പോയത്. അവ അങ്ങനെ ജീവനും കൊണ്ട് നേരെ വെള്ളത്തിൽ ഒറ്റ ചാട്ടാ. പിന്നെ ആള് പോയ പോക്ക് കണ്ടില്ല. അങ്ങനെ അവന്റെ അടുത്ത് ടാറ്റ ബൈ ബൈയും പറഞ്ഞ് നമ്മുടെ തെങ്ങിൻ തൈ എടുത്ത് നേരെ പാടത്തേക്ക് പോന്നു. അത്യാവശ്യം നല്ല കനുണ്ടായിരുന്നു കേട്ടാ. ഞാനും അച്ഛനും എങ്ങനെയൊക്കെയോ അത് ഇവിടെ വരെ എത്തിച്ചു. പൊക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അതിന്റെ 2-3 പട്ടയൊക്കെ വെട്ടിയിട്ടാ ഞങ്ങൾ ഇങ്ങ് എടുത്തോണത്. ഈ തെങ്ങിൻ തൈ വെച്ചതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കണ്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ തെങ്ങിൻ തൈ വെക്കണ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് കൈയും കാലും കഴുകി നേരെ അടുക്കള വന്നപ്പോ അമ്മ കൂമ്പാളപ്പം ഉണ്ടാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ പറമ്പ് നനയ്ക്കേണ്ട ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാള വെച്ചിട്ടൊരു കൂമ്പാളപ്പം ഉണ്ടാക്കാൻ പറ്റുന്നു. അത് ഈ സംഭവം കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. സംഭവം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.